അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാദിയ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ്. അത് പുറത്തിരുന്നാൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ, അത് കരൾ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള ആ ഒരു വാക്കുകൾ, ഓ അത് ആലോചിക്കാൻ കഴിയുന്നില്ല. അതെ, ഇവിടെ പെണ്ണുങ്ങളാരും പുറത്തിങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കാറില്ല. അകത്ത് കയറിപ്പോടി, ഭർത്താവിൻ്റെ കൂടെ പോയി കിടക്ക് എന്ന് പറഞ്ഞ് അവരുടെ ആ വാക്ക്. എന്നാൽ ഭർത്താവാണെങ്കിൽ എന്നെ നശിപ്പിക്കാൻ നോക്കുകയാണ്. എന്നെ നശിപ്പിച്ചിട്ട് അതിലൊരു കുഞ്ഞുണ്ടായിട്ട് എന്നെ ഒഴിവാക്കാനുള്ള പ്ലാനാണ്. അല്ലാതെ ഒരിക്കൽ പോലും അയാളുടെ കൂടെ എന്നെ കൂട്ടില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ കടന്നു വന്നതന്നെയാണ്. എന്താ ചെയ്യുക? എന്നാലും തൻ്റെ ഉസ്താദിനോട് എനിക്ക് എല്ലാം തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞേ മതിയാവോ? അവൾ ഒരു നിമിഷം പടച്ച റബ്ബിനെ വിചാരിച്ചു, അല്ലാ എന്നെ നീ രക്ഷപ്പെടുത്തണം ഇവിടുന്ന്. അന്ന് സ്നേഹത്തോടെ അതാ ഭർത്താവ് വിളിക്കുന്നു, ഹാദിയ. അതെ, അയാളുടെ മുഖം അത് കാണുമ്പോൾ, ആ ഒരു ചിരി കാണുമ്പോൾ, ആ ഒരു വിളി കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പെണ്ണും ആ ഒരു അതിലങ്ങ് അലിഞ്ഞു പോവും. ഹാദിയ, എന്താ പ്ലാനിങ്? സുഖല്ലേ? എന്നാലും ഞാൻ നിന്നോട് ഇത്രയൊക്കെയാണ് അപേക്ഷിച്ചിട്ടും നീ എൻ്റെ ഭാര്യയായിട്ടും എന്നോടങ്ങനെ ഒന്നും ചെയ്ത് ശരിയായില്ല കേട്ടോ. സോറിടാ. അവളുടെ കവിളിലെ അവൻ്റെ വിരലുകൾ അടിച്ച ആ ഒരു പാടുകൾ പതുക്കെ അവൻ തൊട്ടു നോക്കി. സോറി, എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ സോറി. എന്നാൽ നമുക്ക് ഒരുമിച്ച് ഒരു ചായ കുടിക്കാൻ പോയാലോ? അത് എന്താ, എൻ്റെ കൂടെ പോരാനും മടിയാണോ? അതെ, ഞാൻ ദുഷ്ടനായിപ്പോയി അല്ലേ? എന്ത് ചെയ്യാം? പുറത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് അവരതെല്ലാം സംസാരിക്കുന്നത്. ഇത് കണ്ട വീട്ടിലെ ആളുകൾ, ഓലി എപ്പോഴും ഭയങ്കര കൊഞ്ചലും കുഴയലും എന്താ. എന്നാൽ യഥാർത്ഥം അനിയൻ അറിയാമായിരുന്നു. അനിയൻ പെട്ടെന്ന് ആ ഒരു ടേബിളിൻ്റെ ഒരു ചെയർ വലിച്ചിട്ട് അതിൽ വന്നിരുന്നു. ഓ നോ, എന്താടാ? ഏട്ടൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഒന്നുമില്ലേ. ഇത്രയധികം സ്നേഹനിധികളായ എൻ്റെ ഇക്കയും ഇത്തയും, എനിക്ക് കണ്ടിട്ട് അസൂയ തോന്നുന്നു. ഒരു നിമിഷം അത് പറഞ്ഞിട്ട് ഇക്കയുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. എന്നാൽ മറ്റൊരു നോട്ടം അതാ അവൻ നോക്കുന്നു. അനിയൻ എന്തൊക്കെയോ മനസ്സിലായി എന്ന പോലെയാണ് അവൻ്റെ സംസാരം. ഇക്ക ഹാപ്പി അല്ലേ? പിന്നെ ഇത്ത ഹാപ്പി അല്ലേ? അവളും ഒന്ന് മൂളി. എന്നാൽ കാര്യങ്ങളെല്ലാം അനിയൻ ഏറെക്കുറെ മനസ്സിലായിരുന്നു, അവരുടെ അഭിനയം. എങ്കിൽ എല്ലാവരും അതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ എത്തുന്നു. സെർവൻസ് ഫുഡ് ഐറ്റംസ് എല്ലാം ടേബിളിൽ നിരത്തുമ്പോൾ അനിയൻ പതുക്കെ ചോദിച്ചു, ഹലിക്ക, നിങ്ങളൊക്കെ ഒരു ഭാഗ്യല്ലേ? നിങ്ങളൊക്കെ ഹാപ്പി ലൈഫ്. ഞാനാണെങ്കിൽ ഒറ്റാന്തടി. എന്തടാ, നിനക്കും കല്യാണം കഴിച്ചൂടെ എന്നുള്ള ആ ചോദ്യത്തിന് മുമ്പിൽ കഴിക്കണം. എന്നിട്ട് ഒരു യാത്ര പോകണം, ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് കുന്നിൻ്റെ മുകളിലേക്ക്. ഈ ലോകം മുഴുവനും കാണണം അതിൻ്റെ മുകളിൽ കയറിയാൽ. അങ്ങനെയുള്ള ബെസ്റ്റ്. നീ അങ്ങനെയൊക്കെ തിരഞ്ഞെടുത്തു അല്ലേ? എന്നെ പോലെ പാറമടയിൽ ആ ഭാഗത്തേക്കൊന്നും നീ പോയില്ല അല്ലേ? എൻ്റെ ഏട്ടാ, എവിടെ പോയാലെന്താ? അവനവൻ്റെ മനസ്സിലുള്ളത് അത് എവിടെയാണെങ്കിലും പുറത്തെടുക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെറുതെ ഒന്ന് ചിരിച്ചു. തൻ്റെ രഹസ്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ എന്നുള്ള രീതിയിൽ അതാ ജസീർ അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. ഹേടത്തിയമ്മ നല്ലോണം നോക്കണം കേട്ടോ, എവിടെ പോവുകയാണെങ്കിലും. ഒരു പാവാണത്. അവളെങ്ങനെ വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. അതിനുള്ളത് എൻ്റെ അടുത്തുണ്ട്. അത് നീ പറഞ്ഞു എൻ്റെ ആവശ്യമില്ല. മതിയേ, എന്നാൽ അങ്ങനെ മതി. അങ്ങനെ അത് ഫുഡെല്ലാം എത്തിത്തുടങ്ങി. അത് അവളുടെ തൊട്ട് ചാരി തന്നെ ജസീർ ഇരിക്കുന്നുണ്ട്. അവളുടെ പ്ലേറ്റിലേക്ക് അത് ഫുഡ് ഇട്ട് കൊടുക്കുന്നു, കറി ഒഴിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് ഉമ്മ അത് കണ്ടു. എന്താടാ, നീയേ പെണ്ണിൻ്റെ പുതിയാപ്പിള ആവേണ്ട ആവശ്യമില്ല. അത് തിരിച്ച് നിനക്ക് അങ്ങോട്ടാണ്. ആ പ്ലേറ്റും കൂടെ തിരിച്ചു വെച്ചു കൊടുക്ക്. അവൾ ദയനീയമായി ഉമ്മയെ നോക്കി. ഉമ്മ, ഞാനല്ലല്ലോ അത് പറഞ്ഞത്. എന്നാൽ നിനക്ക് പറഞ്ഞൂടെ വേണ്ടെന്ന്? നിന്നെ അവൻ വല്ലാതെ അങ്ങ് താങ്ങി നടക്കുന്നുണ്ട് അല്ലേ? അത്ര പാടില്ല കേട്ടോ, കുറച്ച് കുറക്കണം. പെണ്ണുങ്ങൾ പറയുന്ന എന്തിനും കൂത്താടി നടക്കാൻ പാടില്ല. കുറച്ചൊക്കെ ഒരു സ്ട്രോങ് വേണം ആണുങ്ങളാകുമ്പോൾ. ഉമ്മയുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിൽ ആ ഒരു വാക്ക് കേട്ട് അനിയൻ സഫീർ പറഞ്ഞു, ഉമ്മ, ഭക്ഷണത്തിന് മുമ്പെന്നെങ്കിലും ഒന്ന് കുറ്റം പറയാതിരുന്നൂടെ? നീ ഒന്ന് പോടാ. ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്കായിട്ടൊന്നുമില്ല.
എല്ലാവരും നിശബ്ദമായി നിന്നു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒലിച്ചിറങ്ങി. അല്ലാ, രാത്രി ഏതായാലും സമാധാനമല്ല. പകലാണെങ്കിൽ ഇങ്ങനെയും ചീത്ത കേൾക്കുന്നു. ആ അനിയന് അല്പെങ്കിലും സമാധാനം. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അനിയൻ കണ്ടു. ഇത്ത, നിങ്ങൾ കരയണ്ട. ഉമ്മ അങ്ങനെ തന്നെയാ. ഉമ്മക്ക് ആരോട് എന്തെപ്പോൾ പറയണമെന്ന് യാതൊരു ലൈസൻസും ഇല്ല. എണീക്കടാ, എണീക്ക്. സഫീറിൻ്റെ ചെവിയിൽ നുള്ളിക്കൊണ്ട് ഉമ്മ പറഞ്ഞു. അവൻ പതുക്കെ എണീറ്റു. അതെ, പുളിക്കൽ തറവാട്ടിൽ എൻ്റെ വാക്കിനൊരു വിലയുണ്ട്. നീയായിട്ടത് തള്ളിക്കളയരുത്. നിനക്ക് അല്പം ചെറിയതാണെന്ന് വിചാരിച്ച് കുറച്ച് കുശുമ്പും ഇതൊന്നും കൂടണ്ട. അതെ, ആ ഒരു ഇത് വേണ്ട. ഇവിടെ എല്ലാവരും കണക്ക് തന്നെയാണ്. എനിക്ക് ചെറുതെന്നോ വലുതെന്നോ ഇല്ല. എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. അതേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതിനപ്പുറത്തൊക്കെ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിനക്കറിയാലോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. ഒരു നിമിഷം അതാ ജസീർ അതോർത്തു. അതെ, സംഭവിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിപ്പോയ ആ അബദ്ധം. അതാണ് ഉമ്മ എടുത്തു പറയുന്നത്. പക്ഷേ അങ്ങനെ ആയിട്ട് പോലും സമ്മതിച്ചില്ലല്ലോ ഉമ്മ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അതുപോലെ ഓർത്തില്ല. ഒന്നുമില്ലേ ഉമ്മാൻ്റെ പേരക്കുട്ടിയല്ലേ, അത് ഓർത്തില്ല. എന്താ ചെയ്യുക. എന്നാൽ ഫുഡെല്ലാം കഴിച്ച് അവൻ പുറത്തിറങ്ങി. അനിയൻ ഈ സമയത്ത് അതാ അവിടെ വെച്ച് കുറച്ച് ദൂരം അവൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു ഭാഗത്ത് അവിടെ വെച്ച് ഒരു വാടക ക്വാർട്ടേഴ്സിൽ അതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആമിനുമ്മയെ കാണുകയാണ്. അതെ, അവർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് വേണ്ടി പോകുന്ന ആ ഒരു കാഴ്ച ശരിക്കും അവനെ കണ്ടപ്പോൾ ആമിനുമ്മക്ക് മനസ്സിലായി. മോനെ, ആ ആമിനുമ്മ, നിങ്ങളിവിടെ? മോനെ, എന്താ ചെയ്യുക, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നടാ. അതെ, എനിക്കൊരു 300 രൂപ കിട്ടിയെങ്കിലും അതായില്ലേ, ഞങ്ങൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ചിലവഴിഞ്ഞ് പോണ്. ആമിനുമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ. എവിടെ നിങ്ങളെ മോള്? അത് മോനെ, അവളെക്കുറിച്ച് ആരോടും ഒന്നും പറയരുതെന്ന് നിങ്ങളുമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, അഥവാ എന്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊന്നുകളയും എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഇവിടുന്ന് ആ തൊഴിലുറപ്പിനൊക്കെ വന്ന് കിട്ടുന്ന ആ ക്യാഷ് കൊണ്ട് അത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കും. അങ്ങനെ തന്നെ ഉമ്മ. നിങ്ങളുടെ മോള് ഐഷു, അവള് ഗർഭിണിയാണ്. ഓഹ്. ഒരു നിമിഷം അവൻക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അതിൽ ഞങ്ങളുടെ ഉമ്മ അത്രക്കും ഒരു കണ്ണിൽ ചോരയില്ലാത്ത ഉമ്മായി പോയല്ലോ എന്നും വിചാരിക്കുന്നു. എന്നാൽ വീട്ടിൽ അതാ ഹാദിയയോട് നല്ല രീതിയിൽ പെരുമാറുകയാണ് അവന്. ഹാദിയ മോളെ, നമുക്കൊരു ട്രിപ്പ് പുറത്തേക്കൊന്ന് പോയി വരിക. വല്ലാതെ ട്രിപ്പിന് വേണ്ടി നിർബന്ധിക്കുന്നു. എന്തിനാണാവോ. അന്നവൻ്റെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ആ കാറായിരുന്നു. വളരെയധികം വിശാലമായ കാറാണ് അവനെടുത്തത്. ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വരാം. നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ പണി. ആണുങ്ങളും പെണ്ണുങ്ങളായാലേ കുറച്ച് ആണുങ്ങളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പഠിക്കണം. അല്ലാതെ എപ്പോഴും ട്രിപ്പും ഹണിമൂണും ഇട്ട് നടക്കലല്ല. ഉമ്മയുടെ ആ ഒരു തറക്കുന്ന വാക്കുകൾ വീണ്ടും അവളുടെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു. ഹാദിയ, നീ പോന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവളെയും കൊണ്ട് അവൻ പോകുന്നു. ഹാദിയ, എത്ര ഭംഗിയാണല്ലേ ഇവിടെയൊക്കെ കാണാൻ. എന്താ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഞാൻ നിന്നെ അടിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ? ഞാൻ അടിക്കാതെ എങ്ങനെ ഇരിക്കും? എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിന് നീ നിന്നില്ലേ പിന്നെ? പക്ഷേ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്നോട് കൂടുതൽ സ്നേഹത്തിനോ അതിന് വേണ്ടിയിരുന്നില്ലല്ലോ. ഒരു കുഞ്ഞല്ലേ നിങ്ങളുടെ ലക്ഷ്യം. ഒരു കുഞ്ഞിനെ കിട്ടാൻ നിങ്ങൾക്ക് എത്ര വഴിയുണ്ട്. നിങ്ങളുടെ ഒരു കുഞ്ഞിനല്ലേ വേണ്ടത്. അതെത്ര വഴിയുണ്ട്. ഹാദിയ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിന്നിലൂടെ തന്നെ കുഞ്ഞിനെ വേണം. എനിക്ക് അത് ഇഷ്ടമുള്ളൂ. ആ കാറിൽ നിന്ന് AC-യുടെ തണുപ്പിലും അവൾ വിയർത്തുപോയി. പഠിച്ചവനെ, എന്തൊരു കഷ്ടം. എന്നാൽ അവൻ ചിലതെല്ലാം പ്ലാൻ ചെയ്തിരുന്നു. അതെ, ഹാദിയ ഒരിക്കൽ പോലും നല്ല രീതിയിലാകുമ്പോൾ അവൾ സമ്മതിക്കില്ല ഒന്നിനും. അതെനിക്ക് ഉറപ്പുണ്ട്. ഹാദിയ സമ്മതിക്കൂല. അവൾ പഠിച്ച പെണ്ണാണ്. എന്തായാലും ഒരു റിസോർട്ട് എടുക്കാം, അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ അവർ രണ്ടുപേരും പോകുമ്പോൾ. എങ്ങോട്ടാ? അത് എത്തുമ്പോഴറിയാം. റിസോർട്ടിലേക്ക്. അന്ന് നമ്മൾ പോയ റിസോർട്ട് എന്താ പറ്റില്ലേ? അതെൻ്റെ തന്നെ അല്ലേ.
ഒരു നിമിഷം അവളത് ഓർത്തു. അതെ, അവിടെയുള്ള ഷാന എന്ന പെണ്ണ്. ഒരു നിമിഷം അവൻ ചോദിച്ചു, എന്താ പറ്റില്ലേ? ഷാന വരുമോ? ഷാന വരികയാണെങ്കിൽ പിന്നെ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവനൊരു നിമിഷം പകച്ചുപോയി. ഷാന അവൾ വിളിച്ചിട്ട് എടുക്കുന്നു പോലുമില്ല. നന്ദി കെട്ട വർഗം. ലക്ഷങ്ങളായിരുന്നു ഞാൻ വാരി വിതറിയിരുന്നത്. എന്നാൽ അവളുടെ വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലേസ് കൊടുത്തതിന് ശേഷം അവൾക്ക് ജീവിക്കുവാനുള്ള ക്യാഷ് അവൾ കണ്ടെത്തി എന്ന് ഇവനൊരിക്കലും അറിയുന്നില്ല. അവൾ കരഞ്ഞു പറഞ്ഞിരുന്നു, അതെ അതെ, പിന്നെ എനിക്ക് ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ, മക്കളുടെ പഠനം, കാര്യങ്ങൾ എല്ലാം കൊണ്ട്, അതുകൊണ്ട് നിങ്ങളിത് തന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് നെക്ലേസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് കാലത്തിന് ജീവിക്കുവാൻ ഇത് ഉണ്ടാവുമല്ലോ അല്ലേ? അവൾ പറഞ്ഞിരുന്നു, അതെ, സൂക്ഷിച്ച് ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലത്തിന്. അവൾ ആശ്വസിച്ചു, റബ്ബേ അതുവരേക്കും തെറ്റ് ചെയ്യാതെ ജീവിക്കാമല്ലോ. എന്നാൽ ആ നിമിഷം തന്നെ അത് ഷാനക്ക് വിളിക്കുന്നു. ആ കാറിൽ വെച്ച് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. എടുക്കുന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയാണ്. ഹലോ. ആ, നിൻ്റെ ഉമ്മച്ചിയുടെ? ഉമ്മച്ചി ഉപ്പച്ചിയെ കുളിപ്പിക്കുകയാ. അവനെ കുളിപ്പിച്ചിട്ട് ഒന്ന് തിരിച്ച് വിളിക്കാൻ പറ കേട്ടോ. ഉമ്മച്ചി ഇതാ റിക്കാക്ക വിളിക്കുന്നു. ഒരു നിമിഷം അവളുടെ ഭർത്താവ് ദയനീയമായി നോക്കി. ആരാടി, ഒന്നെടുത്ത് നോക്ക്. അവൾ പെട്ടെന്ന് നോക്കിയപ്പോൾ, അതെ ജസീർ. ഇല്ല, എടുക്കാനാവില്ല. ഒരുപാട് തെറ്റ് ചെയ്തതാണ്. പക്ഷേ ഇനി ആ പെണ്ണ്, അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും അവൻ്റെ ചതിയിൽ പെടാൻ പാടില്ല. എത്ര ലക്ഷങ്ങൾ വാരിയെറിഞ്ഞാലും ഇല്ല. അവൾ പാവമാണ്, ഹാദ്യ എന്ന് പറഞ്ഞ ആ പെണ്ണ്. ആ പെണ്ണിൻ്റെ കണ്ണുനീര് ഇനി ഞാൻ കുടിപ്പിക്കൂല. എനിക്കതിന് കഴിയില്ല. അവൾ എടുത്തില്ല ഫോണ്. ഹലോ, എന്താണ് മിണ്ടാത്തത്, മിണ്ടാതെ നിൽക്കുന്നത്? ഹലോ, എന്താ? ഒരുപാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങ് മറന്നു അല്ലേ എല്ലാം എന്നുള്ള രീതിയിൽ അവൻ വല്ലാതെ ചിലക്കുന്നു. എന്നാൽ അവൾ നിശബ്ദമായി നിന്നു. ഹാദിയായും അതെ, അവൾക്കെല്ലാം അറിയാമായിരുന്നു. ഞാൻ കൊടുത്ത ഡയമണ്ട് നെക്ലേസ് കൊണ്ട് ക്യാഷ് കിട്ടിയപ്പോൾ അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത്. ഒരു നിമിഷം അവളുടെ കാര്യത്തിൽ അഭിമാനം തോന്നി. ഇങ്ങനെ വേണം പെണ്ണുങ്ങൾ. അതെ, ഒരു കാലത്ത് തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് വേറൊരു വഴി പടച്ചോൻ കാണിച്ചു തന്നാൽ അതെ, അത് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും. അതെ, ഷാന നല്ല പെണ്ണ് തന്നെയാണ്. ശരിക്കും എനിക്ക് അവളുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക തന്നെ വേണം. പക്ഷെ ഇയാളുണ്ടാവുമ്പോൾ അതൊന്നും നടക്കൂല. ശക്തമായി അവൻ ആ ഫോണ് അതാ ആ കാറിൻ്റെ പ്രതലത്തിലേക്ക് ഇട്ടു. എന്താ? ഒന്നുമില്ല. ഷാന അഹങ്കാരി. അവള് പഠിച്ച കള്ളി. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവളങ്ങ് ആള് മാറി. ഹാദ്യ ഒന്നും പറയാതെ നിശബ്ദമായി നിന്നു. ഒരു പക്ഷേ താൻ കൊടുത്ത ഡയമണ്ട് നെക്ലേസ് വിറ്റിട്ടാണ് അവൾ ജീവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല ഇവൻ. അവൾ നിശബ്ദമായി മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. എന്നാൽ അവൻ കരുതിയിരുന്നു മറ്റെന്തൊക്കെയോ. അതെ, ഹാദിയ. അതാണ് ലക്ഷ്യം. തൻ്റെ ഭാര്യയായിട്ട് പോലും തന്നോട് സഹകരിക്കാത്തവർ. പെട്ടെന്ന് ഡോക്ടറുടെ ഒരു കോള്. ഡോക്ടർ വിളിക്കുന്നു. ഒരു നിമിഷം അവനത് കട്ടാക്കി. എന്താ കട്ടാക്കിയത്? ഞാൻ വിളിച്ചോളാം തിരിച്ച്. വീണ്ടും ഡോക്ടർ വിളിക്കുന്നു. ഞാൻ എടുക്കണോ? അയ്യടാ, എടുക്കാൻ പറ്റിയൊരു സാധനം. വെക്കടി ഫോൺ എവിടെ? നിന്നോടല്ല എടുക്കാൻ പറഞ്ഞത്. എനിക്ക് വരുന്ന ഫോൺ നീ തൊടണ്ട. നീ അത് എടുക്കുകയും വേണ്ട. നീ എന്തിനാ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് എടുത്ത് തരുന്നത്? നിനക്ക് നിൻ്റെ ജോലി ചെയ്താൽ പോരെ? ഓരോന്നിനും വെച്ച് തലയിൽ കെട്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഒന്നുമില്ല, എന്നോട് മിണ്ടണ്ട. പെട്ടെന്ന് അതാ സിഗ്നലിട്ട് കാർ ഓഫ് ചെയ്ത് നേരെ അവൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. ഹലോ. ആ ഡോക്ടറെ. ഇല്ലില്ല, കൊടുത്തിട്ടില്ല. അത് എത്ര മണിക്കൂറുണ്ടതാ? ഓക്കെ. 12 മണിക്കൂറോ? 12 വേണ്ട, ഒരു 6 ഒക്കെ മതി. 6 മണിക്കൂറാകുമ്പോഴേ ഡോസ് ചെറുതായ ക്ഷീണമൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇത് മെഡിസിൻ കൊടുത്ത് അപ്പം തന്നെ കക്ഷി ഉറങ്ങുമോ? മെഡിസിൻ കൊടുത്ത് ശരിക്കൊരു 3-4 മിനിറ്റ് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് ഒന്ന് സ്പ്രെഡായി കഴിയുമ്പോഴേക്കും ഒരു തളർച്ച വരും. തളർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടത് ഇങ്ങനെ ഉറങ്ങിപ്പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഓക്കെ. അപ്പോൾ അത്
ശരിക്കും ഒരു പ്രാവശ്യത്തിന് ഒരെണ്ണം കൊടുക്കേണ്ട ആവശ്യം, ഒരു പീസ് കൊടുത്താൽ തന്നെ മതിട്ടോ. ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 12 മണിക്കൂർ കക്ഷി ഉറങ്ങും. അപ്പോൾ നിങ്ങൾക്കൊരു 6 മണിക്കൂറൊക്കെ ഒരു പീസ് കൊടുത്തിട്ട് അറിയാത്ത രീതിയിൽ വെള്ളത്തിൽ കലക്കുക, ജ്യൂസിൽ കലക്കുക, അല്ലെങ്കിൽ ചായയിൽ കലക്കി ഇട്ടിട്ട് ഓക്കെ സെർവ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. പിന്നെ കൂടുതലൊന്നും ഇത് സെയിൽ ചെയ്യാറില്ല കേട്ടോ. ഇതൊക്കെ വലിയ പ്രശ്നമുള്ള മെഡിസിൻസാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ അത്രക്കും വയലൻ്റായ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യണതാണ്. സാധാരണ നോർമൽ ഒരു ലേഡിക്ക് ഇത് കൊടുക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല. സൈഡ് എഫക്റ്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ഹാഫ് മതി. ഓക്കെ. നിങ്ങളിപ്പോൾ എവിടെ? ഞാൻ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലടാ, നിൻ്റെ സെറ്റപ്പ് എവിടെ? അവൾ പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ നമ്മളെയെല്ലാം മറന്നെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. അങ്ങനെ ആ റിസോർട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ കാറിൽ കയറി ഇരിക്കുന്നു. എവിടെ പോയിരുന്നു? ഞാൻ എൻ്റെ ഫ്രണ്ടൊന്ന് വിളിക്കാൻ. അതെന്താ ഇവിടെ നിന്ന് വിളിച്ചാൽ? എന്താ എൻ്റെ ഫ്രണ്ടിനോട് പറയുന്നതെല്ലാം നീ അറിയണമെന്ന് എനിക്ക് വല്ല നിർബന്ധമുണ്ടോ നിനക്ക്? ഇല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചെന്ന് മാത്രം. മതി. നിൻ്റെ അനാവശ്യമായ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചേക്ക്. അതെ, പിന്നെ എനിക്ക് ഓരോ ധാരണകളുണ്ട്. അതിനപ്പുറത്തേക്കായിട്ട് നിൻ്റെ ചോദ്യം വരരുത്, മനസ്സിലായല്ലോ? അവൾ നിശബ്ദമായി. വീണ്ടും പഠിച്ചോനെ, ഭർത്താവ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രക്കും ക്രൂരനായ ഭർത്താവ് അത് ഞാൻ ആദ്യമായിട്ട് കാണാണ്. പഠിച്ചോനെ, നീ കാക്ക്. അപ്പോഴും അവൾ ഓർത്തു തൻ്റെ ജീവിതത്തിൽ പറ്റിയ അമളി. സാരല്ല, എന്തു ചെയ്യും? എല്ലാം ഉസ്താദിനോട് തുറന്ന് പറയണം. പക്ഷേ ഈ കാലമാടൻ എപ്പോഴും ഒപ്പമുണ്ട്. അത് ഭർത്താവൊന്ന് പറയാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യും? എന്താടി നീ ആലോചിക്കുന്നത്? വല്ല ദുർബുദ്ധിയും ആലോചിച്ചാലുണ്ടല്ലോ. എനിക്കെന്താ ആലോചിക്കാൻ? എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയല്ലേ. എനിക്കിതിൽ സന്തോഷമൊന്നും കണ്ടെത്താനില്ലല്ലോ. എന്നാലേ എനിക്ക് ചില സന്തോഷങ്ങൾ കണ്ടെത്താനുണ്ട്. എന്ത്? അതെ. നിങ്ങളെന്തിനാ ഇപ്പോൾ റിസോർട്ടിലേക്ക് പോകുന്നത്? അവിടേക്കൊന്ന് കാണാനേ, ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കാണാൻ. അല്ലാതെ ഇപ്പം എന്തിനാ വെറുതെ ആരെങ്കിലും പോകുമോ റിസോർട്ടിലേക്ക്? അവൾ അർത്ഥവത്തായി ഒന്ന് മൂളി. അവൾ മനസ്സിൽ വിചാരിച്ചു, വല്ല പ്ലാനും ഉണ്ടെങ്കിൽ നടക്കൂല ജസീറെ, അതൊരിക്കലും നടക്കാൻ പോണില്ല. ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല, ഭാര്യയെ പരിഗണിക്കാൻ കഴിയില്ല. അതെ, വീടിന് പുറത്ത് മാത്രം ഭാര്യ. ആ ഒരു നിലക്ക് തന്നെ ജസീറെ ഞാനും നിന്നെയും കാണുന്നുള്ളൂ. അവൾ മനസ്സിൽ ഓരോന്ന് പിറുപിറുത്തു. എന്താടേ നിനക്കൊരു ചിന്ത? ഒന്നുമില്ല. എന്നാൽ പാവം ഹാദിയ അതൊന്നും അറിഞ്ഞിരുന്നില്ല, ജസീറിൻ്റെ പ്ലാനിങ് ഒന്നും. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.